ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ആഫ്റ്റർനൂൺ വ്ളോഗായിട്ടാണ് വന്നേക്കണേ. അപ്പം ഇന്ന് ഞാനൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രെയിനാണ് എടുക്കേണ്ടത്. ബസ് എടുത്തും പോവാം, കുറേ സമയം എടുക്കും. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് ആ സ്ഥലത്തേക്ക്. കമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അല്ലേ. എനിവേ, അപ്പോൾ ഞാൻ പോകുന്ന കാര്യം നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ വലിയ മാണ്ടക്കെട്ടൊക്കെ ആയിട്ടാണ് ഞാൻ പോണേ. നടന്നില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. അപ്പം ഇപ്പം UK വെതറൊക്കെ മാറിയില്ല. അപ്പോൾ ചെറിയ ചൂടൊക്കെ ആയി തുടങ്ങി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങേണ്ട സമയമായി തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കാര്യം പറഞ്ഞാൽ. അതുകൊണ്ട് പെട്ടെന്ന് നേരം വെളുക്കുന്നുണ്ട്. ഇപ്പം ഒരു 5:45 ആകുമ്പോഴത്തേനും, 5:45 to 5 മണിയാകുമ്പോഴത്തേനും വെളിച്ചം വരും. അപ്പം എണീറ്റ് പ്ലേസ്മെൻറ്റ് പോകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എൻ്റെ ഫൈനൽ പ്ലേസ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തിങ്കൾ ചൊവ്വ ബുധൻ എനിക്കുണ്ടായിരുന്നു. ഇന്ന് വ്യാഴമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്നാണ് ഞാനൊന്ന് ഫ്രീ ആയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വലിപ്പിക്കണില്ല, ബോറടിക്കൂലേ ആൾക്കാർക്ക്. അപ്പോൾ ഞാൻ പോകുമ്പം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റേഷൻ. ഞങ്ങളിവിടെ പട്നിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് പട്നി സ്റ്റേഷനാണ് ഞങ്ങളുടെ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തില്ലേ, ഇവിടെ ടാപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്ന് കിടക്കും. തുറന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് തോര വരും ടാപ്പ് ചെയ്യാണ്ട് പോകാൻ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ടാപ്പ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലാഭിക്കുന്നത് 2.5 പൗണ്ടൊക്കെ ആയിരിക്കും. 80 പൗണ്ട് അവർ നമ്മളിൽ നിന്ന് അടപ്പിക്കും. അപ്പോൾ എപ്പോഴും ടാപ്പ് ചെയ്തിട്ട് പോവുക ഗൈസ്. ഓക്കെ. ആ വന്ന ട്രെയിനിലാട്ട് നമുക്ക് പോകണ്ടപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങി ഗൈസ്. ഇറങ്ങി 1 മണിക്കൂറൊന്നും ഉണ്ടായില്ല. ചതിക്കപ്പെട്ടതാ. 13 മിനിറ്റാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ളൂ ട്രെയിന്. ഇനി ട്രെയിൻ ഇറങ്ങി 15 മിനിറ്റ് നടക്കണം. ഞാനത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ അടച്ചുപൂട്ടി ആൾക്കാർ വീട്ടിൽ പോകണ്ടിരുന്നാൽ മതിയായിരുന്നു. എനിവേ, ലെറ്റ്സ് സീ. ഐ ആം എൻജോയിങ് ദ വാക്ക് ഗൈസ്. കാരണം നല്ല തണലുള്ള സ്ഥലം. അപ്പുറം നട്ടപ്പുറ വെയിലായിരുന്നു. അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഐ ആം എൻജോയിങ് ദ വാക്ക്. ഞാൻ ഇവിടെ കാണിച്ചു തരാട്ടാ. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടാവും, ചേർത്ത് മുമ്പല്ലേ പറഞ്ഞേ നല്ല വെയിലായി, നല്ല കാലാവസ്ഥയാന്നൊക്കെ. അപ്പോൾ എന്നിട്ട് എന്താ നട്ടപ്പുറ വെയിലാന്നൊക്കെ പറഞ്ഞു. നമ്മൾ മനുഷ്യന്മാരാണല്ലോ. എനിവേസ്, നമ്മൾ എത്താറായി. കാണാം. കുറേ ആൾക്കാർ ഇവിടെ പറഞ്ഞ മാപ്പിട്ട വന്നേ. ഇപ്പോഴത്തെ കുറേ ആൾക്കാർ പോണുണ്ട്. അപ്പോൾ ഇത്ര നേരം ഞാൻ പറയാണ്ട് വന്ന സ്ഥലം കാണിക്കേണ്ട സമയമായി. ഞാൻ കാണിച്ചു തരാം. ടടാ ഗൈസ്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഹോളണ്ട് പാർക്കിലേക്കാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാവുന്ന പാർക്കാണ്. ഇവിടെ ഇല്ലാത്ത ആൾക്കാർക്ക് പിന്നെ അറിയില്ലല്ലോ. ഇവിടെ ഇല്ലാത്ത ആൾക്കാർക്ക് കാണിച്ചു തരാം ഗൈസ് ഈ പാർക്ക്. എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ചിരി അടക്കാൻ പറ്റണില്ല. എന്തേലാവട്ടെ. ഓക്കെ ഗായ്സ്, ഇവിടെ ഞാൻ ഉദ്ദേശിച്ച സെറ്റപ്പ് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ അവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നല്ല. ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. വിരിച്ചിരിക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേ ഞാൻ അവിടെ കണ്ടിറങ്ങുമ്പോഴത്തേനെ ലേറ്റ് ആവുമായിരിക്കും, അറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ബെഡ്ഷീറ്റ് വിരിച്ച് ഈ പറമ്പിൽ വന്നിരിക്കുന്നുണ്ട് കാര്യമാണ്. ഇവിടെ അതിനൊരു സമ്മർ ആക്ടിവിറ്റി ആയിട്ടാണ് എല്ലാവരും കാണപ്പെടുന്നത്. നമുക്ക് കാണാം. ഇല്ല ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഏതെങ്കിലുമൊക്കെ വഴിക്ക് നമുക്ക് പോയി നോക്കാം. അവിടെ ഒരു മാപ്പുണ്ട് നമ്മുടെ ഈ പാർക്കിൻ്റെ ഗൈസ്.
ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് ആ സ്ഥലത്തേക്ക് പോവാം. അത് ഞാൻ ആ സ്ഥലത്ത് എത്തട്ടെ. വിചാരിച്ചൊരു കുഞ്ഞു പാർക്കാണെന്ന് കേട്ടോ, പക്ഷേ ഇത് വലിയൊരു സ്ഥലമാണ്, വലിയ പാർക്കാണ്. ഞാൻ വിചാരിച്ച സെറ്റപ്പൊക്കെ നടക്കും, വെച്ചിട്ടൊക്കെ വിളിച്ചിരിക്കാം. എൻ്റെ വളവള സംസാരം മാത്രം കേട്ടാൽ പോരല്ലോ, ഇതും കാണണമല്ലോ. ഒരു കുട്ടി സെറ്റപ്പല്ലേ. ഞാൻ വിചാരിച്ചു എന്താണാവോ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കണേന്ന്. അവിടെ ഒരു മയിലുണ്ട് ഗൈസ്, ഐ വിൽ ഷോ യു ഗൈസ്. പൊളിച്ച് കൊള്ളാലേ. ഞാനിങ്ങനെയൊക്കെ ആദ്യമായിട്ടാട്ടോ കാണും ഇത്രയും അടുത്ത്. സാധാരണ മയിലിനെ കാണുമ്പോൾ മയിൽ ഈ സാധനം ഒന്നും വിരിച്ചാൽ നിൽക്കാറൊന്നുമില്ല. ഇതേ പൊളിച്ച് കൊള്ളാം. ഇനിയിതേ നിങ്ങളും കാണുക ഗൈസ്. വാവ്. അപ്പം അങ്ങ് പത്താണ് ഗൈസ് മയിലാട്ടം. ഇനി വേറെന്തൊക്കെ ആട്ടം ഉണ്ടാവും. ഞാൻ വന്നത് ഇവിടെ വേറെ സംഭവം കാണിക്കാനാണ് ഗൈസ്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച ഫോണിൽ കൂടി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഐ വിൽ ട്രൈ ടു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ. വാവ്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ട എവിടെ പോയാലും ഈ വെള്ളച്ചാട്ടം ഒക്കെയാണല്ലോ ഞാൻ നടക്കണത്. ബട്ട് ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഗൈസ്. ഈ പ്ലേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ പടം കാണുന്ന പോലത്തെ വെള്ളച്ചാട്ടല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ആ മയിലിൻ്റെ സംഭവം ഞാൻ പ്രതീക്ഷ ഉണ്ടായി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എന്താണ് ഈ പാർക്കിലുള്ളതെന്നും കൂടി നമുക്ക് നടന്ന് കാണാം. അതിനുശേഷം നമ്മൾ എന്തായാലും വീട്ടിൽ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. എനിവേ കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പാർക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് കിടക്കാണ്. പാർക്കിലെ കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി മെയിനായിട്ടുള്ളത് നമ്മൾ കണ്ടെന്ന് തോന്നണം. പക്ഷെ എന്നാലും 54 ഏക്കറിലാണ് ഈ പാർക്ക് കിടക്കണേ. അപ്പോൾ എന്തായാലും 54 ഏക്കറൊന്നും നടന്ന് നീങ്ങില്ല. അപ്പോൾ ഇതിന് പിന്നെ ഒരു ബിൽഡിംഗ് കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഭയങ്കര ഹിസ്റ്റോറിക്കായിട്ട് എന്തൊരു സംഭവമാണിത്. അത് വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിലെങ്ങാണ്ട് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, ഇല്ല ഡാമേജ്ഡ് ആയിരുന്നോ അങ്ങനെ എന്തൊക്കെയോ സംതിങ്. ഇതിൻ്റെ പിന്നിൽ ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിതൊന്നും പഠിച്ചിട്ടില്ല ഗൈസ്. നിങ്ങൾ ഹോളണ്ട് പാർക്ക് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ എല്ലാ ഹിസ്റ്ററിയും കാണാം. ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്ക്. കാര്യം പറഞ്ഞാൽ ഇവിടെ പെൻഷൻ ഡെസ്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഉണങ്ങുന്ന സ്ഥിതിക്ക് അല്ലേ അതിൻ്റെ ഒരു മാന്യത. അത് ശരി, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊന്നും കണ്ടില്ല അപ്പം ആരും. ആൾക്കാരൊക്കെ നോക്കണുണ്ട്, പാവിരിച്ചിരിക്കുന്നുണ്ട്. നെവർ മൈൻഡ്. എന്ത് വന്നാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് മറക്കാൻ പാടില്ല. അങ്ങനെ തന്നെ കാണും. ഓൾ റൈറ്റ് ഗൈസ്, ഇപ്പോഴാണ് ഞാനിന്ന് സെറ്റിലായത്. നല്ല കൂളിംഗ് ഉണ്ട് ഇവിടെ മരത്തിൻ്റെ ഇടയിൽ ഇരിക്കാനെ കൊണ്ട്. പിന്നെന്താ, ഒരു ക്വസ്റ്റ്യൻ, ഒരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നേ. ഹായ്, ഐ ആം കമ്മിങ് ടു റോഹാംപ്റ്റൺ ഫോർ അഡൽട്ട് നഴ്സിംഗ്. ടെൽ മീ വാട്ട് ടു ആക്സെപ്റ്റ് ആൻഡ് ഈസ് ഇറ്റ് എ ഗുഡ് കോഴ്സ്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ഒബ്വിയസ്ലി നല്ലതാണ്, ഗുഡാണ്. എല്ലാ കോഴ്സും അങ്ങനെ മോശമായിട്ടുള്ള കോഴ്സുകളൊന്നും ഇല്ലല്ലോ. എന്നാലും എല്ലാ കോഴ്സുകളും എപ്പോഴും നല്ല ജോലി സാധ്യത വളരെ കൂടുതലുള്ളൊരു കോഴ്സാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ബാക്കിയുള്ള കോഴ്സുകളേക്കാൾ കുറച്ചും കൂടി അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ ജോലി സാധ്യത ഉള്ളൊരു മേഖലയാണ് നഴ്സിംഗ്. പിന്നെന്താ, വാട്ട് ടു ആക്സെപ്റ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾ ഉദ്ദേശിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളെന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നില്ല, ചിലപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് മണി ഷോർട്ടേജ് വന്നേക്കാം, ചിലപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പട്ടിണി എടുക്കേണ്ടി വന്നേക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആക്സെൻറ്റ് ശരി ഇതാണ്. നമ്മളവിടെ നമ്മുടെ ആക്സെൻ്റ് അല്ലേ, പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്, ആക്സെൻറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ അവരെന്തെങ്കിലും ഇത് എന്തി പറയണേന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ വാപിളിച്ച് നിൽക്കേണ്ടി വന്നേക്കാം. എനിക്ക് ആ ഒരു അവസ്ഥ ഒന്നും ഉണ്ടാകുന്നുണ്ട്, ഞാൻ പറയാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ വേറെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനൊന്നും ഭാഗത്തിനൊന്നുമില്ല. ഗൈസ്, ഞാൻ കൂടെ വെള്ളം കുടിക്കട്ടെ. ഇവിടം വരെ ചോന്ന് കെട്ടിക്കൊണ്ടുവന്നിട്ട് ഇതാണ് ഗൈസ്, വെള്ളമല്ല കേട്ടോ, സ്മൂതിയാണേ. മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് സ്മൂതി. 75 pence ഉള്ളൂ നമ്മുടെ പൗണ്ട്ലാൻഡിൽ. ഭയങ്കര ചീപ്പായിട്ടുള്ള സംഭവമാണ്. 250 ml ഉണ്ട്. നല്ല സ്മൂത്തിയാണ്, ഞാൻ കുടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മേടിച്ച്. ചെറിയൊരു പുളിയുണ്ട്, മാങ്ങയും പാഷൻ ഫ്രൂട്ടൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇനി ഒരു ഗുണ്ടുമണി കാണിച്ചു കേട്ടോ. ഒരുപാട് സ്ട്രെസ് എടുത്ത് ജോലി ചെയ്യുന്ന നമ്മളെല്ലാവർക്കും ഈ ഡിസർവ് എ ബ്രേക്ക്. അപ്പോൾ ഒരു ഓഫ് കിട്ടുന്ന ദിവസത്തിൽ നമ്മളിതുപോലെ പായ വിരിച്ചിരിക്കാനായിട്ട് എവിടെയെങ്കിലും പോവുക. പായ വിരിച്ചിരിക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് നാട്ടിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ വരാൻ നിൽക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടുകാരെയും. നിങ്ങളുടെ വീട്ടുകാരായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത കുറച്ച് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാൻ പോണേ. ബിക്കോസ് ഐ എം മിസ്സിങ് ഇറ്റ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉള്ള ടൈം നിങ്ങളുടെ വീട്ടുകാരോട് സ്പെൻഡ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സ്, ഓഫ് കോഴ്സ് ഫ്രണ്ട്സ് വേണം, ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെന്താ ഭയങ്കര സീരിയസ് ആയി പോയി ഇവിടെ വന്നപ്പോഴത്തേനും. പിന്നെന്താ, പിന്നെ ഞാൻ കൊണ്ടുവന്ന ഫുഡ് കാണിച്ചു തരാം ഗൈസ്. ഒരു ഹോട്ട് ബാത്ത് ഫ്യൂവൽ. ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഞാനേ നല്ല സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ തുടങ്ങണതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ജിമ്മിൽ ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞ് ഒരു തീരുമാനം എടുത്തായിരുന്നു. ജോയിനൊക്കെ ചെയ്തു, പക്ഷെ ഫെബ്രുവരി എപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡാണ് ഇത് ഗൈസ്. ഒരു പ്രോട്ടീൻ ബാറാണത്. അങ്ങനെ നമുക്കത് കഴിക്കാം. പിന്നെന്താ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി പ്ലേസ്മെൻ്റ് ആണല്ലോ, അപ്പോൾ കുറേ പേർക്ക് പ്ലേസ്മെൻറ്റിനെ പറ്റിയൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ തിങ്കളാഴ്ച എനിക്ക് പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമായിരിക്കും. പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ, അപ്പോൾ എപ്പോൾ പോവും, എങ്ങനെയാണ്, എപ്പോൾ എണീക്കും, എപ്പോൾ തിരിച്ചു വന്ന് വീട്ടിൽ കയറും എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും കാണാം. ആൻഡ് ഞാനിതിനി വീട് വരെ എത്തിക്കണ വ്ളോഗ് ആക്കുന്നില്ല, കാരണം ഭയങ്കര എന്താ പറയുക, സമയം ഭയങ്കര ലാഗാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ ചാനലിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലും കാണാം. അപ്പോൾ ടാറ്റാ. ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, എന്നിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.